വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടൈപ്പ് നടത്തും ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട്. സോ ആദ്യം തന്നെ പറയുകയാണ്, ഇപ്പോൾ എല്ലാ കമൻറ്റ് ബോക്സിലും കാണുന്ന ഒരു കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, വെസ്റ്റ് ഹാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്രയും വലിയൊരു ഇതിലൊക്കെയാണ് ആരാധകരൊക്കെ ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. അത്ര വലിയ ക്ലബ്ബുമായിട്ടൊന്നും കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകളും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് മറ്റാരും തന്നെ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം. കാരണം ബ്ലാസ്റ്റേഴ്സ് ഭാവിയിലൊരു വമ്പൻ ക്ലബ്ബായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ഫാൻ ബേസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വമ്പൻ ക്ലബ്ബായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. സോ ആ ഒരു നിലയിൽ അവർ നോക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഈ ഒരു ക്ലബ്ബ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ എന്തെങ്കിലും പ്ലേയേഴ്സിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും കൊളാബറേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള MOU സൈനിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കാമെന്നാണ് ഫ്രണ്ട്ലി മാച്ചിനുള്ള. സോ അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായി ശ്രമിക്കുക. സോ ഇത്രയും വലിയ കൂടുതലായിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോൾ കീപ്പർ സൈനിങ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ നീഡായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഗോൾ കീപ്പർ, ഒരു എക്സ്പീരിയൻസിൽ വളരെ മികച്ചൊരു ഗോൾ കീപ്പർ. ഗുർപ്രീത് സിംഗ് സന്ധോനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ എന്തായാലും അതേക്കുറിച്ചല്ല നമ്മൾ പറയാൻ വന്നത് പഞ്ചാബ് എഫ് സിയെക്കുറിച്ചാണ്. സോ പഞ്ചാബ് എഫ് സി മറ്റൊരു ഗോൾ കീപ്പർ സൈനിങ് നടത്തി എന്നാണ് പറഞ്ഞു കേൾക്കുന്ന റൂമറായിട്ട്. പദം ഛേത്രി എന്ന് പറയുന്ന മുഹമ്മദ് അനസിൻ്റെ ഗോൾ കീപ്പറിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കേൾക്കുന്നത്. സോ അദ്ദേഹം ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡ് ലഭിച്ചൊരു ഗോൾഡൻ ഗ്ലൗ ഒക്കെ ലഭിച്ചൊരു ഗോൾ കീപ്പറാണ്. സോ എന്തായാലും കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച സീസണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടീം വളരെയധികം കഷ്ടപ്പെട്ടു, അതിലും അദ്ദേഹം പെട്ടുപോയി എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു സീസണിൽ പഞ്ചാബിലേക്ക് വരുമ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.